നമസ്കാരം. വില്ലേജ് ഇൻവെസ്റ്റർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരും സ്വാഗതം. ഇന്ന് നമ്മൾ ഒന്നിച്ച് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏഷ്യൻ പെയിൻറ്റ് എന്ന കമ്പനിയെക്കുറിച്ചാണ്. ഈ ഷെയർ നമ്മൾ ബൈ ചെയ്യണോ അല്ല സെല് ചെയ്യണോ എന്നതിനെക്കുറിച്ചാണ്. ഇത് നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ടൊന്ന് നോക്കാം. ഏഷ്യൻ പെയിൻറ്റ് ഇന്ത്യയിലെ നമ്പർ 1 പെയിൻറ്റ് കമ്പനിയാണ്. ഏഷ്യയിൽ തന്നെ 2ാം സ്ഥാനമുള്ള പെയിൻറ്റ് കമ്പനിയാണ്. ഈ കമ്പനിക്ക് എന്താണ് ഇത്ര ഈ മാർക്കറ്റ് ക്രാഷ് വന്ന് ഹൈ നിന്ന് 33% ഇപ്പോൾ കുറഞ്ഞിരിക്കുകയാണ്. ഇതെന്തുകൊണ്ടാണ് ഇത്രയും വലിയ കറക്ഷൻ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കോമ്പറ്റീഷൻ പുതിയതായിട്ട് 4 ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ഈ പെയിൻറ്റ് ഇൻഡസ്ട്രിയിൽ എൻ്റർ ചെയ്തിട്ടുണ്ട്. ആദിത്യ ബിർള ഗ്രൂപ്പിൻ്റെ ഓപ്പസ് പെയിൻറ്റ്, അതുകൂടാതെ JSW ഗ്രൂപ്പിൻ്റെ JSW പെയിൻറ്റ്, പിഡിലൈറ്റ് ഇൻഡസ്ട്രീസിൻ്റെ പെയിൻറ്റ് കമ്പനി ഇറങ്ങിയിട്ടുണ്ട്. അതുകൂടാതെ JK സിമിൻ്റെ അവരുടെ JK പെയിൻറ്റ് ഇറങ്ങി. ഈ 4 കമ്പനികളുടെ പെയിൻറ്റ് വരികയും കോമ്പറ്റീഷൻ കൂടുകയും ക്രൂഡ് ഓയിലിൻ്റെ വില ഏറ്റക്കുറച്ചിലും ഇന്ത്യൻ റുപ്പിയും കാട്ടി ഡോളർ വളരെ കൂടി നിൽക്കുന്നതും, ഡോളർ ടേമിലാണ് നമ്മൾ ക്രൂഡ് ഓയിൽ പർച്ചേസ് ചെയ്യുന്നതുകൊണ്ട് അവരുടെ ക്രൂഡ് ഓയിൽ ബേസ് ചെയ്തിട്ടാണ് പെയിൻറ്റ് ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ റോ മെറ്റീരിയൽ വരുന്നത് ക്രൂഡ് ഓയിലാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ കോസ്റ്റും കൂടുതലും അവരുടെ പ്രോഫിറ്റബിലിറ്റിയിൽ നന്നായി ബാധിച്ചിട്ടുണ്ട്. അതുകൂടാതെ ഈ കമ്പനികളുടെ കോമ്പറ്റീഷൻ, ഈ ഒരു ഡിസ്ട്രിബ്യൂട്ടർ ഡീലറെ സംബന്ധിച്ചോളം ഏറ്റവും കൂടുതൽ മാർജിൻ ഉള്ളത് നോക്കിയിട്ട് അവരെ സെയിൽ ചെയ്യും. ഏഷ്യൻ പെയിൻറ്റിനെക്കാട്ടി ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഓപ്പസ് പെയിൻറ്റ് വന്ന് അവർ മാക്സിമം ഡീലറുടെ കമ്മീഷൻ കൂട്ടി. അതുകൂടാതെ കസ്റ്റമേഴ്സിന് 10% ഡിസ്കൗണ്ട് റേറ്റിലാണ് ഇപ്പോൾ അവർ പെയിൻറ്റ് സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രത്തോളം ഡിസ്കൗണ്ട് റേറ്റിൽ പെയിൻറ്റ് സെയിൽ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നിലവിലെ മാർക്കറ്റ് ലീഡറായിട്ടുള്ള ഏഷ്യൻ പെയിൻറ്റിൻ്റെ സെയിൽസിനെ അത് ബാധിക്കും. മറ്റുള്ള ബർജർ പെയിൻ്റ് ആയിക്കോട്ടെ, ആക്സനോബിൾ ആയിക്കോട്ടെ, മറ്റുള്ള എല്ലാ പെയിൻറ്റ് കമ്പനികളിലും മാർക്കറ്റ് കറക്ഷൻ വന്നിട്ടുണ്ട്. അതുപോലെ ഏഷ്യൻ പെയിൻറ്റിലും മാർക്കറ്റ് കറക്ഷൻ വന്നിട്ടുണ്ട്. എന്നിരുന്നാലും ഏഷ്യൻ പെയിൻറ്റിൽ മാത്രം എല്ലാവരും ഫോക്കസ് ചെയ്ത് ഇത് ഇത്രയും കറക്ഷൻ വരാൻ കാരണം, ഏഷ്യൻ പെയിൻറ്റ് ഒരു സമയത്ത് ഓവർ വാല്യുവേഷനും എല്ലാ അനലിസ്റ്റുകളും പറഞ്ഞ കൺസിസ്റ്റൻറ്റ് കോമ്പൗണ്ട് ചെയ്യുന്ന നല്ല സ്റ്റോക്കാണെന്നുള്ള ഹൈപ്പിൽ ഓവറായിട്ട് ആൾക്കാരത് ബൈ ചെയ്ത് ഹൈ റേറ്റിൽ നിൽക്കുന്നുണ്ടായിരുന്നു. ഹൈ പീർ ഉള്ള സ്റ്റോക്കായിരുന്നു ഏഷ്യൻ പെയിൻറ്റ്. അപ്പോൾ ഈ ഹൈ പി ഉള്ള സ്റ്റോക്കുകൾ എപ്പോഴും എന്തെങ്കിലും ഒരു നെഗറ്റീവ് ന്യൂസ് വന്നു കഴിഞ്ഞാൽ വളരെയധികം കറക്ഷൻ താഴെ പോകാൻ ചാൻസ് ഇപ്പോൾ. അതാണ് ഏഷ്യൻ പെയിൻറ്റ് സംഭവിച്ചത്. ഇനി ഇതിപ്പോൾ ഹോൾഡ് ചെയ്യണോ സെല് ചെയ്യണോ അല്ല ഫ്രഷായിട്ട് ബൈ ചെയ്യണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് അതിൻ്റെ ഫിനാൻഷ്യലും ഡീറ്റെയിൽ ആയിട്ടൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ഏഷ്യൻ പെയിൻറ്റ് നമുക്ക് ഫണ്ടമെൻ്റലായിട്ട് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. 80 വർഷത്തോളമായി ഈ കമ്പനി നിലവിൽ വന്നിട്ട്, ഈ കമ്പനിയുടെ ഇപ്പോഴത്തെ മാർക്കറ്റ് ക്യാപ്പ് 2,17,095 കോടിയാണ്. കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് 2,263. ബുക്ക് വാല്യൂ 188. സ്റ്റോക്ക് PE 46.2. ROCE 37.5. ROE 31.4. പ്രൊമോട്ടർ ഹോൾഡിംഗ് 52.6. ഇതിന് മെയിനായിട്ട് ഈ കറക്ഷൻ വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ സെയിൽസ് പ്രോഫിറ്റും അതിൻ്റെ സെയിൽസ് ഗ്രോത്ത് 0.75 ഒന്ന് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുമാതിരി പ്രോഫിറ്റ് ഗ്രോത്ത് 7.52 കുറഞ്ഞു. അപ്പോൾ ഈ സെയിൽസ് ഗ്രോത്തും പ്രോഫിറ്റ് ഗ്രോത്തും കുറഞ്ഞതാണ് ഈ കമ്പനിയിൽ ഇപ്പോൾ ഇത്രയും സ്റ്റോക്ക് കറക്ഷൻ വരാനുള്ള മെയിനായിട്ട് കാരണം. ഇപ്പോൾ ഇതിൻ്റെ നമ്മൾ 5 കൊല്ലം എടുക്കുകയാണെങ്കിൽ, ഈ 4 കൊല്ലത്തോളമായിട്ട് ഇപ്പോൾ ആ റേഞ്ച് 2,400 ആ ലോ കാണിച്ച് അതിനെയും കാട്ടി താഴെ ഇപ്പോൾ 2,227 2020 ആ ലെവലിലാണ് ഇപ്പോൾ സ്റ്റോക്ക് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്ര ഈ 4 കൊല്ലമായിട്ടുള്ള മാറ്റം പറഞ്ഞു കഴിഞ്ഞാൽ, അതേ 4 കൊല്ലമായിട്ട് ഒരു റിട്ടേൺ തന്നിട്ടില്ല എന്നാണ് നമുക്ക് പറയാൻ. അതിൻ്റെ നമുക്ക് ഇതിൽ മെയിനായി നമ്മൾ നോക്കേണ്ടത് ഇതിൻ്റെ PE ആണ്. PE റേഷ്യോ എന്തുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് ഇത്രയും കറക്ഷൻ വരാൻ കാരണം ഇതിൻ്റെ ഹൈ PE ആണ്. ഇതിൻ്റെ
പി വന്നിട്ട് 111 111 പി ഉണ്ടായിരുന്നു. അത് 2020 സമയത്തും 111 പി ഉള്ള കമ്പനിയുടെ ഇപ്പോഴത്തെ പി വന്നിട്ട് കറക്ഷൻ 46 റേഞ്ച് എത്തി. നല്ല കറക്ഷൻ വന്നിട്ടുണ്ട് പി സംബന്ധിച്ചോളം. ഇത് 10 കൊല്ലത്തെ എടുക്കുകയാണെങ്കിൽ ഏറ്റവും ലോ പി വന്നത് 44 10 കൊല്ലത്തിൽ നോക്കുമ്പോൾ തന്നെ. അപ്പം നമ്മളെ സംബന്ധിച്ചോളം ആവറേജ് ഇൻഡസ്ട്രി തന്നെ 46 പേരുണ്ട്. അപ്പോൾ ലോ റേറ്റാണ് ഈ സെക്ടറിൽ പി നോക്കുകയാണെങ്കിൽ കമ്പാരിസൺ ചെയ്യുകയാണെങ്കിൽ മറ്റുള്ള കമ്പയർ ചെയ്യാം. ഇൻഡസ്ട്രി പി വരുന്നത് 45.04. ഇപ്പോൾ ഏഷ്യൻ പെയിൻറ്റ് ഇപ്പോൾ 46.22 പി ആണ്. ബർജർ പെയിൻറ്റ് 44, നാരോലാക്ക് 34.58. പക്ഷേ ഇതിൻ്റെ സെയിൽസ് നോക്കുകയാണെങ്കിൽ ഈ ക്വാർട്ടറിൽ 8027 കോടി സെയിലാണ്. പി കുറഞ്ഞ നാരോലാക്ക് നോക്കുകയാണെങ്കിൽ 1951. അതിനെക്കാട്ടി 4 മടങ്ങോളം സെയിൽസ് കൂടിയ കമ്പനിയാണ് ഏഷ്യൻ പെയിൻറ്റ്. അപ്പോൾ നമ്മൾ നമ്പർ 1 കമ്പനി തന്നെയാണ് ഏഷ്യൻ പെയിൻറ്റ്. അതിന് മാറ്റമൊന്നുമില്ല. മറ്റുള്ളവർ എത്ര കോമ്പറ്റീഷൻ വന്നാലും ഇപ്പോഴത്തെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ ഇതിൻ്റെ കറക്ഷൻ വരാനുള്ള മെയിൻ കാരണം വന്നിട്ട് ഇതിപ്പോൾ സെപ്റ്റംബർ 21 7096 കോടിയായിരുന്നു സെയിൽ. ഇപ്പോൾ ഇത് 2024 ആകുമ്പോൾ 8026. അതേസമയത്ത് കഴിഞ്ഞ ക്വാർട്ടർ ഇപ്പോൾ ക്വാർട്ടറിൽ 8026 കോടിയാണ് സെയിൽ. കഴിഞ്ഞ സെപ്റ്റംബറിൽ 8400 കോടി സെയിലുണ്ടായിരുന്നു. അതിനെക്കാട്ടി സെയിൽസ് കുറഞ്ഞു കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച്. പക്ഷേ കഴിഞ്ഞ ക്വാർട്ടർ നോക്കുമ്പോൾ 8970, ഏതാണ്ട് നല്ലൊരു ശതമാനം സെയിൽസ് കുറഞ്ഞു. അതുകൂടാതെ തന്നെ എക്സ്പെൻസ് നോക്കുകയാണെങ്കിൽ 6786 കഴിഞ്ഞ 7299. അതിൻ്റെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് നോക്കുമ്പോൾ കഴിഞ്ഞ ക്വാർട്ടറിൽ 1694 അല്ലെങ്കിൽ ഈ ക്വാർട്ടറിൽ 1240 കോടിയോളം. അപ്പോൾ പ്രോഫിറ്റബിലിറ്റി കുറഞ്ഞു. മെയിൻ കാരണം അതിൻ്റെ മാർജിൻ കുറഞ്ഞു. OPM അത് ഓപ്പറേഷൻ പ്രോഫിറ്റ് മാർജിൻ വന്നിട്ട് 19 നിന്നിട്ട് 15% കുറഞ്ഞു. ഇതിനു മുമ്പ് 23% ഉണ്ടായിരുന്നു. 20% കഴിഞ്ഞ ക്വാർട്ടറുകൾ നോക്കുമ്പോൾ 23% ആയിരുന്ന പ്രോഫിറ്റ് മാർജിൻ പോയി 15% മാർജിനിൽ കുറഞ്ഞത്. ഈ കോമ്പറ്റീഷൻ കാരണം അവരുടെ സെയിൽസും കുറഞ്ഞു, മാർജിൻ കുറഞ്ഞു. ഈ മാർജിൻ കുറഞ്ഞുകൊണ്ടാണ് ഈ ഷെയർ ഇത്രത്തോളം കറക്ഷൻ വരാൻ കാരണം. അതിൻ്റെ നെറ്റ് പ്രോഫിറ്റ് കഴിഞ്ഞ ക്വാർട്ടറിൽ 1187 ആയിരുന്നു. ഈ ക്വാർട്ടറിലാകുമ്പോൾ നേരെ 694 കോടിയായിട്ട് കുറഞ്ഞു. EPS കണ്ടില്ല 12.20 കഴിഞ്ഞ ക്വാർട്ടറിലായിരുന്നു, ഇപ്പോൾ 7.24. ഇത്രയും കുറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും റിസൾട്ടിൽ വന്ന ഈ കറക്ഷനാണ് അവരുടെ സെയിൽസിലും പ്രോഫിറ്റിലും കുറവ് വന്നുകൊണ്ടാണ് ഇത്രയും അതിൽ സെയിൽസ് കറക്ഷൻ വന്നത്. ഷെയർ പ്രൈസിൽ കറക്ഷൻ ഇത്രയും വരാൻ കാരണം ഇതാണ്. അതുകൊണ്ട് അതിൻ്റെ കോമ്പൗണ്ട് സെയിൽസ് ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ 10 വർഷം നോക്കുകയാണെങ്കിൽ 11%. അത് TTM ലാസ്റ്റ് ട്രയൽ മന്ത് നോക്കുമ്പോൾ 1% നെഗറ്റീവ് സെയിൽസ് ഗ്രോത്താണ് കാണിക്കുന്നത്. അതുപോലെ പ്രോഫിറ്റും തന്നെ -8% പ്രോഫിറ്റ് ഗ്രോത്ത് കുറവാണ്. CAGR സ്റ്റോക്കിന് CAGR 33% കറക്ഷൻ വന്നിരിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് മാക്സിമം ഈ സെയിൽസ് കുറവും പ്രോഫിറ്റ് കുറഞ്ഞതുകൊണ്ടാണ് ഈ കമ്പനിയിൽ ഇത്രയും കറക്ഷൻ വരാൻ കാരണം ഈ ഷെയറിൻ്റെ പ്രൈസിൽ. അതേസമയം അവർ റിസർവ് നോക്കിക്കോളൂ, എല്ലാ വർഷവും അവർ കൂടുതൽ ഇപ്പോൾ 2013 3288 കോടിയാണ്. ഇപ്പോൾ നോക്കിയാൽ 17928 കോടി റിസർവ് ഉണ്ട്. ക്യാഷ് റിച്ച് കമ്പനിയാണ്, ലയബിലിറ്റി കുറവാണ്. 2516 കോടി ബോറോയിങ് ഉണ്ട്. അതർ ലയബിലിറ്റി 8934 കോടി. എന്നിരുന്നാലും അത് ഈ പെയിൻറ്റ് സെക്ടറിനെ സംബന്ധിച്ചോളം ക്യാഷ് റിച്ച് കമ്പനിയാണ്. പക്ഷേ അതേ സമയത്തിൽ അവരുടെ സെയിൽസിൽ കോമ്പറ്റീഷൻ വന്നുകൊണ്ടാണ് ഇതിൽ ഇത്രയും കറക്ഷൻ വന്നത്. ഇതിന് പ്രൊമോട്ടർ ഹോൾഡിംഗ് നോക്കുകയാണെങ്കിൽ പ്രൊമോട്ടറിന് ഇത്ര കാലമായിട്ട് അവർ സെല്ല് ചെയ്ത് 2022 തൊട്ടും ഇങ്ങോട്ട് വരെ അവർ ആ സ്റ്റേക്ക് 52.63% തന്നെയാണ്. 2021 ആയാലും 2024 ആ സ്റ്റേക്ക് പ്രൊമോട്ടർ സ്റ്റേക്കിൽ ഒരു കുറവും വരുത്തിയിട്ടില്ല, അവർ സെല്ല് ചെയ്തിട്ടില്ല. പക്ഷേ അതേസമയം FIS 2021 ഡിസംബറിൽ 20.48% FIS ഹോൾഡിംഗ് ഉള്ളത് പോയിട്ട് ഇപ്പോൾ 15.28% FIS സെല്ല് ചെയ്തു.
പക്ഷേ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സ് 7.15% 2021 ഉണ്ടെങ്കിൽ ഇപ്പോൾ അവർ 13.10% ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് ഫോറിൻ ഫണ്ട് സെല്ല് ചെയ്യുമ്പോൾ LIC 2.69 ഇപ്പോൾ 6.66 അവർ ബൈ ചെയ്ത് പൊസിഷൻ 1.85 ആയിരുന്നു 2021, അത് പോയിട്ടിപ്പോൾ 6.65% സ്റ്റേക്ക് LIC തന്നെ ഉണ്ട്. അവർ സ്റ്റേക്ക് കൂട്ടുകയും FIs സ്റ്റേക്ക് സെല്ല് ചെയ്യുകയാണ് ചെയ്തത്. അതുകൊണ്ട് ഡൊമസ്റ്റിക്കായിട്ട് ബൈയിങ് വരുന്നുണ്ട്. ഇപ്പോഴത്തെ ഈ സെല്ലിങ് പ്രഷർ താൽക്കാലികമായിരിക്കാനാണ് ചാൻസ് കൂടുതൽ. അത് ടെമ്പററി ആയിട്ട് ഒരു കറക്ഷൻ വരും. ഇതൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റിയാണ്. അത് എങ്ങനെ സ്വല്പം ചെറിയ രീതിയിൽ ബൈ ചെയ്ത് അത് ഹോൾഡ് ചെയ്യണതാണ് നല്ലത്. ലോങ് ടേം പോയിൻ്റ് ഓഫ് വ്യൂവിൽ എന്തായാലും അവർ അടച്ചിട്ട് കമ്പനിക്ക് അവർ നിർത്തുകയൊന്നും ചെയ്യില്ല. കോമ്പറ്റീഷൻ വന്നു കഴിഞ്ഞാൽ മാർജിൻ ബാധിക്കുന്നല്ലാതെ അവരുടെ പരിപാടി മുന്നോട്ട് തന്നെ പോകും. ഇനി ഏഷ്യൻ പെയിൻറ്റ് നമുക്ക് ഹോൾഡ് ചെയ്യണോ, സെല് ചെയ്യണോ, ബൈ ചെയ്യണോ ചോദിച്ചു കഴിഞ്ഞാൽ ലോങ് ടേം പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഇത്രയും കറക്ഷൻ വന്നു 4 കൊല്ലത്തോളമായിട്ട് ഏഷ്യൻ പെയിൻറ്റ് ഒരു റിട്ടേണും ഇൻവെസ്റ്റ് ചെയ്തവർക്ക് ഒരു റിട്ടേണും ഇല്ല എന്നാണ് നിലവിലത്തെ സ്ഥിതി. ഇപ്പോൾ ഈ വർഷം തന്നെ ഇത്രയും കയറിയിട്ട് ഇത്രയും കറക്ഷൻ വരുന്നത്. FIs നല്ല ഹോൾഡിംഗ് ഉണ്ടായിരുന്ന കമ്പനിയായിരുന്നു. അവർ ഘട്ടം ഘട്ടമായിട്ട് അത് സെല് ചെയ്ത് സ്റ്റേക്ക് കുറച്ച് കൊണ്ടുവരുന്നു. ഡൊമസ്റ്റിക് അതൊരു ചാൻസ് ആയിട്ട് DIs ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് ബൈ സ്വല്പം വാങ്ങിക്കൊണ്ടിരിക്കും. നമ്മളെന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോങ് ടേം പോയിൻ്റ് ഓഫ് വ്യൂവിൽ ചെറിയ ക്വാണ്ടിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യാവുന്നതാണ്. ലോങ് ടേം ഒരു 6 മാസമോ 1 വർഷമോ ബേസ് ചെയ്യുന്ന കണക്ക് കൂട്ടിയിട്ട് ബൈ ചെയ്യാതിരിക്കുന്നത് നല്ലത്. ഈ നിലവിലത്തെ റേറ്റിൽ നിന്നും കറക്ഷൻ വരാനും ചാൻസ് കൂടുതലാണ്. ഇപ്പോൾ സ്വല്പം വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് താഴുമ്പോൾ പിന്നെയും സ്വല്പം കൂടെ വാങ്ങി നമുക്ക് ആവറേജ് ചെയ്ത് നല്ലൊരു ലോ റേറ്റിൽ കിട്ടുകയാണെങ്കിൽ എന്തായാലും കമ്പനി തിരിച്ചു വരാൻ ചാൻസ് കൂടുതലാണ്. എല്ലാ ഫീൽഡിലും കോമ്പറ്റീഷൻ ഉണ്ട്. നമുക്ക് ടെലികോം സെക്ടറിൽ ഇതേമാതിരി കോമ്പറ്റീഷൻ വന്നു. ജിയോ വന്നപ്പോൾ ആദ്യം തന്നെ ഐഡിയയിലും വോഡഫോണും എല്ലാവർക്കും അവർക്ക് സാമ്പത്തികമായിട്ടും നല്ല ലോസും അവരുടെ ബിസിനസ്സിൽ പ്രോഫിറ്റബിലിറ്റി നന്നായി ബാധിക്കുകയും അവർ നല്ല രീതിയിൽ താഴെ പോകാൻ ഷെയറുകളൊക്കെ നന്നായി താഴെ പോകുകയും ചെയ്തു. പക്ഷേ അതേസമയം എയർടെൽ മാത്രം പിടിച്ചു നിന്നു, അവരൊപ്പം തന്നെ അത് കോമ്പറ്റീറ്റ് ചെയ്ത് നിന്നു. ഇപ്പോൾ എന്താ വെച്ചാൽ ജിയോ ആദ്യം ഫ്രീ ആയി കൊടുത്തു, പിന്നീട് അവർ ചാർജ് ചെയ്യാൻ തുടങ്ങി. പിന്നെ അവരുടെ റേറ്റ് എപ്പോഴും ഈ ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറ്റും. പിന്നീട് അവർ റേറ്റ് കൂട്ടി, അതിനുശേഷം പിന്നെയും റേറ്റ് കൂട്ടി. അപ്പോൾ ഈ റേറ്റ് കൂടുന്നതോറും ആദ്യം കുറേ കസ്റ്റമർ വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ആ കസ്റ്റമേഴ്സൊക്കെ വന്നവരെല്ലാം റേറ്റ് കൂട്ടിയിട്ട് തിരിച്ച് BSNLിലേക്കും മറ്റുള്ള കമ്പനികളിലൊക്കെ പോയി. അതുപോലെ തന്നെ ഇതിലും ഇപ്പം നിലവിൽ മറ്റുള്ള പെയിൻറ്റ് കമ്പനീസ് റേറ്റ് ഭയങ്കര ഡിസ്കൗണ്ട് ചെയ്ത് ചെയ്യുന്നതുകൊണ്ടാണ് അവർ കസ്റ്റമേഴ്സ് പിടിക്കുന്നത്. അവരിപ്പോൾ നിലവിൽ ബിർളയുടെ ഓപ്പസ് പെയിൻറ്റ് പ്രോഫിറ്റബിൾ അല്ല. അപ്പോൾ അവർക്ക് കുറേ കാലം കഴിയുമ്പോൾ അവർക്ക് പ്രോഫിറ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ അവർ മാർജിൻ കൂട്ടി തന്നെ ആവണം. ഇപ്പോൾ നിലവിൽ ഏഷ്യൻ പെയിൻറ്റ് മാർജിൻ അഫക്റ്റ് ചെയ്തുകൊണ്ടാണ് ഇത്രയും കറക്ഷൻ വന്നത്. ഓപ്പസ് പെയിൻറ്റ് മറ്റുള്ള പെയിൻറ്റ് കമ്പനിയുടെ മാർജിൻ കൂട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും ആ പോയ കസ്റ്റമേഴ്സ് ഏഷ്യൻ പെയിൻറ്റിലേക്ക് തിരിച്ചു വരാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ വെയിറ്റ് ചെയ്തിട്ട് ചെറിയ ക്വാണ്ടിറ്റി ആയിട്ട് ഏഷ്യൻ പെയിൻറ്റ് ബൈ ചെയ്യുന്നതാണ് നല്ലത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. ഈ ചാനൽ ആദ്യമായി കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ എനേബിൾ ആക്കാനും മറക്കരുത്. അവസാനമായി താങ്ക് യു ഫോർ വാച്ചിങ്.